ഒരു കോഫി. വലുത് വലുത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും വ്ളോഗ് ചെയ്യുന്നത്. ആൻഡ് ഫീൽ ഹാപ്പി. രാവിലെ ഒരു കോഫിയൊക്കെ കിട്ടി. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് ഫോൺ എങ്ങനെ ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ചിലപ്പോൾ ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ പറയാം, ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ്. മൊബൈൽ സർവീസ് ചെയ്യുക, സെയിൽ ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. ഒരു ദിവസം പല റേഞ്ച് മൊബൈലിലൂടെ വരാറുണ്ട്. ലൈക്ക് വാങ്ങിയ വില കൂടിയ മൊബൈലും വില കുറഞ്ഞ മൊബൈലും എല്ലാം വരാറുണ്ട്. പക്ഷെ പൊതുവെ കണ്ടിട്ടുള്ളത് ഇതിന് വരുന്ന മിക്കവാറുള്ള കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ ഫോണൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. അതായത് ഫോണൊന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ആഴ്ച ഒരിക്കൽ 2 ആഴ്ച കൊണ്ട് ഒരിക്കൽ ഫോണൊന്ന് ക്ലീൻ ചെയ്താൽ അത് മാറാവുന്ന വിഷയങ്ങളൊക്കെ അതിനുള്ളൂ. പലർക്കും അറിയത്തില്ല അത്. സോ അതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫോൺ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിനുള്ള ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഫോൺ വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഫോണപ്പോൾ കുറേ ലാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോൺ പുറമേ ക്ലീൻ ചെയ്യാൻ കേട്ടോ. അകത്തുള്ള സോഫ്റ്റ് വിഷയമൊന്നുമല്ല. പുറമേ ഫോൺ എങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് തന്നെ, അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് തീർത്തിട്ട് വരാം. ചായ അല്ല, കോഫി കുടിച്ച് തീർത്തിട്ട് വരാം, എന്നിട്ട് തുടങ്ങാം. അപ്പോൾ ശരി. കിട്ടി സാധനങ്ങളൊക്കെ കിട്ടി. ഇവിടെ ഇപ്പോൾ എപ്പോഴും മാസ്ക് ഇടണം. പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചെക്കിങ് ഒത്തിരി ഉണ്ട്. നാട്ടിൽ പോലെ തന്നെ എനിക്ക് 2 ഇഞ്ചക്ഷൻ കിട്ടി. ഇനി ഒരു ബൂസ്റ്റർ ഡോസാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് പോയി വാങ്ങിക്കണം. അത് അങ്ങനെ ആയിരിക്കും. അത് ഫസ്റ്റ് ഡോസ് കിട്ടിയപ്പോൾ നല്ല പനിയായിരുന്നു. വിറച്ച് കിടന്നു ഞാൻ 2 ദിവസം. എനിവേസ്, എന്താ പറയുക, കുറേ ആളും കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്നും വീഡിയോ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്നെന്തായാലും ഭയങ്കര മോട്ടിവേഷൻ എഴുന്നേറ്റ് വന്നതാണ് ലേറ്റായിട്ട്. രാവിലെ കോഫി കുടിച്ചപ്പോൾ നല്ല ഉന്മേഷം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാം. എങ്ങനെ നമ്മുടെ ഫോൺ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, എങ്ങനെ ക്ലീൻ ചെയ്യാം. സോ ഒന്നാമത്തെ കാര്യം എന്തൊക്കെ വേണമെന്ന് ആദ്യം പറയാം. സോ ഇതാണ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ. അതായത് ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനുള്ള സാധനം. ഒരു കാര്യം പറയാൻ മറന്നു, ഇനി കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഇട്ടേക്കും, വേണമെങ്കിൽ കയറി നോക്കുക. മിക്ക സാധനമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. ചില സംഭവമൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കേണ്ടി വരും. സോ ഇത് ഒരു എന്താ പറയുക, ക്ലീനിങ് സൊല്യൂഷനാണ്. ആക്ച്വലി വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, നല്ല വിലയാവും. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സംഭവം നിങ്ങൾ സ്പ്രെയർ മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഴയ എന്താ പറയുക, ഈ സ്പ്രേ ബോട്ടിലൊക്കെ അല്ലേ ഉള്ള സ്പ്രേ അടിക്കുന്ന ബോട്ടിൽ, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇത് ക്ലീൻ ചെയ്തിട്ട് അതിനകത്തിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് 10% ഹാൻഡ് വാഷ്, അതായത് ലക്സിൻ്റെ പോലത്തെ ഹാൻഡ് വാഷ് ഇല്ല അത്, പിന്നെ 90% വെള്ളം. ആ ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഒരുമാതിരി എന്താ പറയുക, എണ്ണയും കറയും എല്ലാം പോകാൻ ബെസ്റ്റാണ്. നമ്മൾ നേരത്തെ വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, ഈ ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്ര പോരാ. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോണിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരുപാട് അടിച്ചു കൂട്ടരുത്. അതുകൊണ്ടാണ് സ്പ്രേയർ തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. സ്പ്രേയർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് 2 സ്പ്രേ അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ടിഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ക്ലോത്തോ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ എണ്ണമയോ മറ്റും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പൊക്കോളും. ഫോൺ ഡിസ്പ്ലേ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. ടിഷ്യൂ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കണ്ണാടിയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്തൊരു ക്ലോത്ത് കിട്ടത്തില്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഇത് നല്ല സംഭവമാണ്. വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും, എളുപ്പമില്ല. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഹാൻഡ് വാഷ് കാണുമല്ലോ. ലക്സിൻ്റെ ഹാൻഡ് വാഷാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. നല്ലൊരു ചെറിയൊരു സ്മെല്ല് വരുന്നത് കാണും, നല്ലൊരു വൃത്തിയുള്ള മണം കാണും. ഒത്തിരി അടിക്കരുത്, 2 സ്പ്രേ മതി. പിന്നെ ക്ലീൻ ആയില്ലെങ്കിൽ ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും 2 അടി അടിക്കുക, പിന്നെ ക്ലീൻ ചെയ്യുക. അത്രയേ ഉള്ളത്. ജസ്റ്റ് ഇവിടെ അത്രയേ ഉള്ളത്. അത് നിങ്ങളുടെ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനാണ്.
ഈ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നതേ ഉള്ളൂ. അടുത്തുള്ള നോക്കി നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് പറയാം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്ത സാധനമാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ, ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന്. ഇത് മൊബൈൽ ബഡ്സ് എന്ന് വേണം പറയാം. ഇത് സംഭവം ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു ക്ലീനിങ് കിറ്റ് എന്ന് പറഞ്ഞൊരു മൊത്തമായിട്ട് മേടിച്ച് അതിൻ്റെ കൂടെ വന്നതാണ് ഈ സാധനം. അപ്പോഴാണ് ഞാൻ കാണുന്ന ഈ സാധനം. ഇത് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ ഫോണിൻ്റെ ഹെഡ്ഫോൺ ജാക്കിനകത്ത് മണ്ണ് കയറിയിരിക്കും, അത് ക്ലീൻ ചെയ്യാൻ ഇത് വളരെ വളരെ നല്ലതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, പലപ്പോഴും ഉണ്ടാകുന്നതാണ് ആൾക്കാർ ഹെഡ്ഫോൺ ജാക്കിൽ നിന്ന് മണ്ണ് കയറിയിട്ട് കുത്തി വീണ്ടും അതിനകത്തൊരു മണ്ണ് കുത്തി കയറ്റിയിട്ട് ഹെഡ്ഫോൺ ജാക്ക് വർക്ക് ചെയ്യത്തില്ല. ഹെഡ്ഫോൺ മൊത്തം അകത്ത് കയറത്തില്ല, അതുകൊണ്ട് ഹെഡ്ഫോൺ വർക്ക് ചെയ്യത്തില്ല. പിന്നെ അവർ പോയി മൊത്തം ഹെഡ്ഫോൺ ജാക്ക് മാറ്റും കടയിൽ. അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ക്ലീൻ ചെയ്താൽ ഒരുപാട് റെഡിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കോലൊക്കെ കേടായി പോയിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ജസ്റ്റ് കറക്കി ക്ലീൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് യൂസ് ചെയ്യാം, അതിന് വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാറ്റടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എനിക്ക് അറിയുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ നമ്മുടെ നൻപൻ സിനിമയില്ലേ, നൻപൻ സിനിമയിലെ 3 Idiots സിനിമ, അതിനകത്ത് ആക്ച്വലി ഇത് സാധനം കാണിക്കുന്നുണ്ട് ഒരു സീനകത്ത്. എനിക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് DSLR ലെൻസ് ക്ലീനർ എന്നാണ് പറയുന്നത് സാധനം. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ലിങ്ക് താഴെ ഇട്ടേക്കാം. ഇത് നമുക്ക് വലിയ ക്യാമറയുടെയൊക്കെ ലെൻസ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ഇവിടെ മൊബൈൽ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം, നല്ലതാണ്. നിങ്ങൾ ഓർമ്മ വാങ്ങിച്ച് വെച്ചാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. സ്റ്റിങ് വെച്ച് നമുക്ക് ഇതിൻ്റെ മണ്ണും സ്പീക്കറിനകത്തെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് ജാക്കിനകത്തെ പൊടിയും ഈ ഹെഡ്ഫോൺ ജാക്കിനകത്തെ പൊടിയൊക്കെ കളയാൻ പറ്റുന്ന ഒരു സാധനമാണ്. വെറുതെ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ, നല്ല സാധനമാണ്. ഇത് ക്ലീൻ ചെയ്യണോ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വയ്ക്കുക, നല്ല സംഭവമാണ്. ഇത് നമ്മൾ കുറേ ആയതാണ്, കാരണം അഴുക്കും ചെളിയും കണ്ട് അറിയാമല്ലോ, ഇത് കുറേ ആയതാണ്. ആക്ച്വലി 2 ഉണ്ടോ നമ്മുടെ ഇത്, ഒന്ന് കണ്ടില്ലേ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം അത്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ സാധനം ഇത് ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കിട്ടുമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം. നോക്കട്ടെ, ഫോക്കസ് ആവുന്നുണ്ട്, ഫോക്കസ് ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. താഴെ കിട്ടുമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടേക്കാം. പിന്നെ വേണ്ടത് ഒരു സൂചി ഞാൻ നിർബന്ധിക്കത്തില്ല. സൂചി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇല്ലേ, അത് വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുന്ന സൂചിയാണ്. നമ്മളത് ഉരുക്കി ഇതിൻ്റെ കൂടെ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് സൂചിയായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ കൈ പിടിക്കാൻ സ്ഥലം വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അഴുക്കൊക്കെ ഹെഡ്ഫോൺ നമ്മളെ ചാർജിങ് കണ്ടിനകത്ത് കയറി വരത്തില്ല. അപ്പോൾ അവിടെ സൂക്ഷിച്ച് ഇങ്ങനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരത്തില്ല, പിടിച്ചൊട്ടിക്കും. നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. കാരണം സൈഡിലുള്ള പിന്നിലോ ഒന്നിനു മുമ്പ് തട്ടാതെ വേണം ഇതെടുക്കാൻ. അത് സൂക്ഷിക്കേണ്ടതാണ്. അറിയത്തില്ല, കടയിൽ കൊണ്ട് കൊടുത്ത് ചെയ്യുക. കാരണം ചില അഴുക്കുകൾ ഇതൊക്കെ പിടിച്ച് വിട്ടാലും അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. അതിന് വേറൊരു വഴിയും കൊണ്ട് ഞാൻ ആ സാധനം എടുക്കട്ടെ. ഒരു ക്യാമറ ഇതാണ് ഇലക്ട്രോണിക് ക്ലീനർ. ഈ സാധനം 53 നാട്ടിൽ ഇത് ഇതേ ബ്രാൻഡ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ക്ലീനർ, അതായത് ബോർഡ് ക്ലീനർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലീനർ എന്നൊക്കെ പറയാൻ കിട്ടും. നമ്മൾ ഇത് ഇലക്ട്രോണിക് ക്ലീനർ, ഇത് നാട്ടിൽ ഇതിപ്പോൾ ഏത് ബ്രാൻഡ് വരുന്നത് എനിക്ക് ഓർമ്മയില്ല. കുറേ ആളെ ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് ഒത്തിരി മണ്ണ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ചടിക്കരുത്, അകത്തോട്ട് പോകും. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് കയറ്റി വയ്ക്കുക, ഒരടി അടിക്കുക മതി. അപ്പോഴേക്കും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ സാധനം വെച്ചിട്ട് ഒന്ന് കയറ്റി കൊടുത്താൽ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ആ മണ്ണ് അഴുക്കൊക്കെ അങ്ങ് വരും, നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അഥവാ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ലൂസാകും, അത് പെട്ടെന്ന് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ അത് പുറത്ത് വരും, ക്ലീനായിട്ടിരിക്കും. ഇത് എന്താ പറയുക, ബേസിക് സംഭവമാണ്. ആൾക്കാരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ വല്ലപ്പോഴും ആഴ്ച ഒരിക്കൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കുറച്ചുകൂടെ ക്ലീനായിട്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടാൻ പാടായിരിക്കും. ചിലപ്പോൾ അടുത്ത സാധനങ്ങൾ എളുപ്പം കിട്ടും നിങ്ങൾക്ക്. അതൊരു ബ്രഷാണ്. ഒരു ബ്രഷ് അത്യാവശ്യം പല്ലിന് നീളമുള്ള ഒരു ടൈപ്പ് ബ്രഷ് വാങ്ങിച്ച് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ചാർജിങ് കൺട്രോൾ ക്ലീൻ ചെയ്യാനും സ്പീക്കർ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്ത് പഴയ ബ്രഷാൽ നിങ്ങളുടെ ഫോണിൽ തന്നെയല്ലേ, കുഴപ്പമില്ല. അപ്പോൾ പഴയ ബ്രഷാൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ വാങ്ങിക്കുക. അല്ല പല്ലിന് നീളമുള്ള ടൈപ്പ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യമാണ് എല്ലാ സംഭവങ്ങളും ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ
തൽക്കാലം നോക്കേണ്ടത് ഇതാ ഈ സാധനം, അതുപോലെ ഇത്, പിന്നെ ഒരു ബ്രഷ്. ഇത് തന്നെ ധാരാളമായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഫോണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പറ്റുന്നതൊക്കെ ലിങ്ക് താഴെ ഇട്ടേക്കാം. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം ഇതാണ്, എന്തെങ്കിലും ഒരു നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇത് തീർച്ചയായിട്ടും ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അവിടെ മിക്കവാറും നാട്ടിലെനിക്ക് തോന്നുന്നത് ഈ സ്പെയർ പാർട്സ്, അതായത് മൊബൈൽ ഫോണിൻ്റെ സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ കിറ്റായിട്ടൊക്കെ കിട്ടുമായിരിക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇതും നിങ്ങൾക്ക് ആവശ്യം വരത്തില്ല, പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അകത്തൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും സാധാരണക്കാരെല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ല. തൽക്കാലം ഇതൊക്കെ മതി. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് വാഷാണ്, അത് 10% മതി. കുറച്ച് ഹാൻഡ് വാഷും കൂടുതൽ വെള്ളവും നല്ല ലയിപ്പിച്ച് വയ്ക്കുക. ലയിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് 2 തവണ സ്പ്രേ ചെയ്താൽ മതി. ഒത്തിരി സ്പ്രേ ചെയ്ത് നിങ്ങൾ നനയ്ക്കരുത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോണും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വെള്ളം ഒത്തിരി അകത്തൊന്നും പോകത്തില്ല. പക്ഷേ ഇന്ന് വെച്ച് നിങ്ങൾ കുളിപ്പിക്കരുത് ഫോൺ. 2 തവണ സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഒരു നല്ല തുണി എടുത്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ഫോൺ ഇരിക്കും. മാത്രമല്ല പുറത്തൊക്കെ പോകുന്നില്ല, നമ്മളിവിടെ എല്ലായിടത്തും പിടിച്ചിട്ട് പിന്നെ ഒന്ന് പിടിക്കുന്ന ഫോണിലാണ്. സോ മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കുക, ഫോൺ വൃത്തിയായിട്ടിരിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ, നല്ലതാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് നടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി അത് വേണ്ട, ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ചില ആൾക്ക് ഒരു തവണ ഒരു കസ്റ്റമർ ഈ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ, എന്തൊരു പേരെന്തോ, സാനിറ്റൈസർ എടുത്തിട്ട് ഫോൺ മൊത്തത്തിൽ അങ്ങ് തുടച്ചു, അങ്ങ് കുളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സാനിറ്റൈസർ അകത്ത് പോയി ഷോർട്ടായി ആകെ നാശമായി. അതിനൊന്നും പോകാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഫോൺ ക്ലീൻ ചെയ്ത് വയ്ക്കാം. അല്ല സാനിറ്റൈസർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ യൂസ് ചെയ്യുക, വാരിക്കോരൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കൈ തുടച്ചിട്ട് ആ തുടച്ചിന്ന് കൂട്ടം ജസ്റ്റ് ഫോൺ തുടയ്ക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്ന സംഭവം. നേരത്തെ പറഞ്ഞാൽ ലെക്സ് ഹാൻഡ് വാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രെയറിനകത്താക്കുക. സ്പ്രെയർ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പഴയ സ്പ്രേയുടെ കുപ്പികൾ യൂസ് ചെയ്യുക. 2 തവണ സ്പ്രേ ചെയ്യുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും, ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങി കിട്ടും. നിങ്ങൾക്ക് DSLR കിറ്റ് കിട്ടും, DSLRൻ്റെ ക്ലീൻ ചെയ്യുന്ന സംഭവം. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഷ്. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു സംഭവമാണ്, എനിക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾ ഫോൺ യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക, തീർച്ചയായും ആർക്കൊക്കെ ഉപകാരപ്പെടും ഈ സംഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഗോകുൽ സുചന്ദ്രൻ, ഇതാണ് സൂപ്പർ ഗൂഗിൾ ചാനൽ. പറഞ്ഞ ഇൻട്രോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലേ. എനിവേസ്, വേറെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി ഒരു സ്പേസ് ഇട്ടേക്കാം, അവിടെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യാം, നന്നായിരിക്കും. ആൻഡ് അത്രേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഈ ചാനൽ കൂടുതലും എന്താ പറയുക, ഇത്തരം എന്താ പറയുക ടെക്നിക്കൽ സ്റ്റഫായിരിക്കും കൂടുതലുള്ളത്. അതായത് എങ്ങനെ സംഭവങ്ങൾ കേടായത് ശരിയാക്കുക, അങ്ങനെയൊക്കെ സംഭവമൊക്കെ ആയിരിക്കും കൂടുതലും. അൺബോക്സിങ് ചെയ്യണമെന്നുണ്ട്, ഫോണൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ എന്താ മടിയായിട്ട് ചെയ്യാത്തതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരി, വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.